ജനങ്ങളുടെ തുല്യതയ്ക്കും അവകാശങ്ങൾക്കുമായി ഉയർന്ന ഓരോ സമരമുഖത്തും വിട്ടുവീഴ്ചകളില്ലാതെ അടിയുറച്ചു. ജവഹർലാൽ നെഹ്റു സർവകലാശാല വിദ്യാർത്ഥിയായിരിക്കെ 1974 SFI അംഗമായി. അടിയന്തരാവസ്ഥ കാലത്ത് കുറെ കാലം ഒളിവിൽ പ്രവർത്തിച്ചു. 1977 സെപ്റ്റംബർ 5 അന്ന് JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായിരുന്ന യെച്ചൂരിയുടെ നേതൃത്വത്തിൽ 500-ലേറെ വിദ്യാർത്ഥികൾ ഇന്ദിരാഗാന്ധിയുടെ വസതിയിലേക്ക് മാർച്ച് ചെയ്തു. സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞെങ്കിലും വിദ്യാർത്ഥികൾ പിന്മാറാൻ തയ്യാറായില്ല. ഒടുവിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തന്നെ വിദ്യാർത്ഥികളെ കാണാൻ പുറത്തേക്ക് വന്നു. അന്ന് 25 വയസ്സ് മാത്രമുള്ള യെച്ചൂരി എന്തുകൊണ്ട് മിസിസ് ഗാന്ധി ചാൻസലർ പദവി രാജിവെക്കണം എന്ന വിദ്യാർത്ഥികളുടെ കുറ്റപത്രം ഉറക്കെ വായിച്ചു കേൾപ്പിച്ചു. ഏറെ താമസിയാതെ ഇന്ദിര ചാൻസലർ സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. JNUവിൽ നിന്ന് ഊതിക്കാച്ചിയ പോർവീര്യം യെച്ചൂരിയുടെ ജീവിതത്തിൽ എല്ലാ കാലവും ഉണ്ടായിരുന്നു. എന്റെ ചില്ല